എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ കഴിയുന്ന ഒരിടം നമുക്കുണ്ടെന്നും അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയാണെന്നും പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരും എന്ന് വായിക്കുകയാണ്. നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കപ്പെടുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അതെവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് എന്നതാണ്. മാത്രമല്ല, മറ്റൊരു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് ഉയർത്തി നോക്കുന്നു എങ്കിൽ അവിടെ നിന്ന് വരുന്ന സഹായത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ, വിടുതലുകളുടെ, നന്മയുടെ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അരികത്ത് കൊണ്ടുവരിക, അത് ഞാൻ നിങ്ങൾക്ക് തീർത്ത് തരാം എന്നും നമ്മോട് പറഞ്ഞ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നാം ആഴമായി ചെയ്യേണ്ടതും നാം അറിയേണ്ടതും എന്താണെന്ന് ചോദിച്ചാൽ, ഭാരം നിറഞ്ഞ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ ഓർത്ത് വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തി നാം മുൻപോട്ട് പോവുകയല്ല. നമ്മുടെ വേദനപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് അത് പറയാനൊരിടമുണ്ട്, അത് ദൈവത്തിൻ്റെ സന്നിധിയാണെന്നും അത്യുന്നതനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കേട്ടിട്ട്, നമ്മുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടിട്ട്, സ്തോത്രത്തോടുകൂടിയുള്ള നമ്മുടെ അപേക്ഷകൾ കേട്ടിട്ട് നമുക്ക് മറുപടി നൽകുന്ന ദൈവമാണെന്നും ഈ ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മുൻപിൽ കുടുംബത്തെ ചൊല്ലി, മക്കളെ ചൊല്ലി, ശാരീരിക അവസ്ഥകളെ ചൊല്ലി, സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി, ശുശ്രൂഷാ മണ്ഡലങ്ങളെ ചൊല്ലി ഒക്കെ ആകുലതയോടും വ്യാകുലതയോടും ചിന്താഭാരത്തോടും ഒക്കെ നിങ്ങൾ ഇരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, സ്തോത്രത്തോടുകൂടി ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്
ദൈവം നിങ്ങളുടെ വേദനകൾക്ക്, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയായവനായി വെളിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആകയാൽ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വച്ച് ആ വിടുതലിൻ്റെ കരത്തിനു വേണ്ടി പ്രതീക്ഷ വച്ച് കാത്തിരിപ്പാൻ സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, വളരെ വേദനയോടും സങ്കടത്തോടും ദൈവത്തിൻ്റെ മുമ്പിൽ അപേക്ഷകൾ കഴിക്കുന്നവർ, അവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. അവരുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ദൈവം ഈ നാളുകളിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.